എന്തോടോ നമ്മൾ ലാസ്റ്റ് മുറി മുറിച്ചിട്ട് ആ ലാസ്റ്റ് മുറി നമ്മൾ 3 ഭാഗമായിട്ടാണ് കേട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് 3ാമത്തെ ഭാഗമാണ്. നമുക്ക് ഒറ്റടിക്ക് പൊങ്ങത്തില്ലായിരുന്നു. മീൻ ഈ ചവറും എല്ലാം കൂടെ വരുന്നതുകൊണ്ടായിരുന്നു. കാലി പക്ഷെ ആരും മീൻ ചോദിച്ചില്ല കേട്ടോ. പിന്നെ കയ്യോ കാലോ ആരോ കാണിക്കുന്നുണ്ട്. അത് നമുക്ക് ചോദിക്കാം. എന്നാൽ ആർക്കെങ്കിലും മീൻ വേണോ? ആർക്കെങ്കിലും മീൻ വേണോ? എന്തോ വേണ്ട, കിറ്റും പാത്രവും ചേഞ്ചും. മീനുകളെ കിറ്റ് ചേഞ്ച് ചേഞ്ച് ആയിരിക്കണം. അല്ലാതെ 100 രൂപയുടെ മേടിച്ച് 500 വന്നാൽ പിന്നെ കുരുങ്ങും. അതാ പറഞ്ഞത്. ഇതൊക്കെ ആയിട്ട് പെട്ടെന്ന് വന്നാൽ പെട്ടെന്ന് മീൻ തരും. എന്നതാ വേണ്ടേ? തിലോപ്പിയ 150 രൂപ വന്നാൽ വാള 350 രൂപ മതി. 350 തിലോപ്പി 150. കിറ്റ് വേണം, കിറ്റ്. എല്ലാം പെട്ടെന്നായിരിക്കണം കേട്ടാ. ഇപ്പഴേ അതാ 150 രൂപ വിലയുള്ളു. എല്ലാവരും വലുതാന്ന് പറഞ്ഞാൽ നടക്കത്തില്ല കേട്ടോ. വലുത് മാത്രമായിട്ട് തരുമ്പോൾ 200 രൂപ ആവും കേട്ടാ. ഇല്ലെങ്കിൽ എല്ലാവരും വലുതേ കയറി പിടിക്കും 150-ന്. എറിഞ്ഞോ കേട്ടാ, എറിഞ്ഞോ. അതാ പറഞ്ഞു എറിഞ്ഞോളാം. ചേട്ടാ ആദ്യമേ പറയുക, വലുത് മാത്രമായിട്ട് തരത്തില്ല. വലുത് മാത്രമായിട്ട് തരാം 200 രൂപ തരത്തുള്ളൂ. ചേട്ടാ എത്രയിലാ പറഞ്ഞ? 200 രൂപയ്ക്ക് മതിയെങ്കിൽ ആയല്ലോ. എന്നാ ആരാ 200 ആരാ? ചേട്ടാ വള്ളം ഒന്നും പിടിക്കത്തില്ല. ആ വല വലിച്ചത് ഈ വള്ളത്തിലേക്ക് വെക്കുന്ന സമയം വരെ ഉള്ളു ഇവിടെ. ആ സമയം കൊണ്ട് മീൻ വേണ്ടവരൊക്കെ പറഞ്ഞോണം. പിന്നെ മീൻ തന്നില്ല പിടിച്ചില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാറയാ? അല്ലെങ്കിൽ ആ 200 രൂപ മേടിച്ച് പൊതിഞ്ഞ് വിട്ടേക്ക്. വലുത് നോക്കി തരാം. 200 രൂപ വെച്ച് തന്നാ മതി. 200 രൂപ വെച്ച് തന്നാ മതി. ചേട്ടാ അത് ഞാൻ ആദ്യമേ പറഞ്ഞില്ല. 150 രൂപയാണ് തിലോപ്പിയ വില. ചേട്ടൻ വലുത് മാത്രം നിർബന്ധം പിടിച്ച് 200 രൂപ വെച്ച് തരണം. അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എല്ലാവർക്കും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ആ ഒരു അഡ്ജസ്റ്റ് ഇല്ല. ഇങ്ങനെ പറഞ്ഞു തന്നാൽ സമയം പോകത്തുള്ളൂ കേട്ടാ. ചേട്ടൻ ആ കിറ്റിനകത്തോട്ട് വെച്ചോ പൈസ. ഇടി ഇടി.
ശങ്കരെ ആ കഴുക്കോടുത്ത് വള്ളം ഇങ്ങനെ നിർത്തിയിരുന്നത് കറക്റ്റായിരുന്നു. എൻ്റെ ഒരു തൊപ്പി ഉണ്ടായിരുന്നു. ചേട്ടാ ഇത് പൊട്ടിപ്പോവല്ലോ ചേട്ടാ. ഇല്ലട്ടെ പൂളെ അടിയിക്കളൊക്കെ ഉള്ള ശങ്കരെ. ചെറുത് വല്ലതും ഉണ്ടോയെന്ന് ഞാൻ നോക്കും. അതുണ്ട് എന്നാലും അതിലില്ല. അങ്ങനെ കേട്ടോ ടെൻഷൻ ആവും കേട്ടോ. അല്ല ഇതത്ര വരുമ്പോ എന്റെ ചെരുപ്പൊന്നും എടുത്താൽ അവിടെ തന്നെ ഒരു 5 ആണെങ്കിൽ സംസാരിക്കും. 5 കിലോ വരുന്ന എന്തെങ്കിലും ഞാൻ സംസാരിച്ചത്. അണ്ണാ എറി വേണോ അണ്ണാ? അങ്ങോട്ട് തന്നെ വേണം. ഇവിടെ 150 5 ഞാൻ പറഞ്ഞിട്ട് അപ്പൊ 5 കിലോ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും. അവന് കൊടുക്കാമോ? അവന് കൊടുക്കാമോ? പൈസ ഉണ്ട് പൈസ ഉണ്ട്. എന്നെ അവന് കൊടുക്കാന്ന് പറയടാ. അല്ല അവന് വിളിച്ചിരിക്കുക. അവനാണെങ്കിൽ കടയിൽ പറയാം. ഇപ്പം പറയാം ഇപ്പം പറയാം. എന്ത് ചേട്ടാ ചേട്ടാ ആ
എന്നാ ഒരു ലക്ഷം പണിയുണ്ട്. അല്ല അവനെന്ത് ചെയ്യണം? അവനൊരു കിറ്റ് എടുക്കാൻ പറ. നീ 5 കണ്ടില്ല, കുഴപ്പമില്ല, എടുത്ത് കൂടു. നീ 5 വിലയിട്ട് എടുത്തോണ്ട് അങ്ങോട്ട് ഇറങ്ങിയാൽ മതി എന്ന്. ഞങ്ങള് നിന്നേനെ. എനിക്കറിയത്തില്ല, നമ്മുടെ കണ്ടു പരിചയമുണ്ട്, അല്ല വലിയ ചങ്കിഞ്ചൊന്നും തന്നെ വിടും. ഓ ഞാൻ അതിന് വഴി ശങ്കര കെട്ടടിക്കേ. വള്ളം തള്ളിക്കഴിഞ്ഞ് ആര് വിളിച്ചാലും പിന്നെ അടുപ്പിക്കുന്നില്ല കേട്ടാ. അപ്പോൾ ആക്കളും വേണമെന്നാണ് ചോദിച്ചത്. വള്ളം തള്ളിക്കഴിഞ്ഞ് ശകലം തന്നേച്ചും പോകുന്ന പറഞ്ഞാൽ നടക്കുന്ന കേസ് കേട്ടല്ലേ. അപ്പോൾ നമുക്ക് വള്ളം എടുക്കാം. ശങ്കര ഇല്ല, ആ കഴുക്കൂരി ഇവനെ വലിച്ച് അപ്പുറം കെട്ടണം. ഇതിനെ വലിച്ച് കഴുക്കോൽ എടുക്കണം. കഴുക്കോൽ എടുത്തടാ. ഞങ്ങൾക്ക് സിറോപ്പേ ഉള്ളൂ അതിൻ്റെ അകത്ത്. ആ ഓക്കെ. ഞാൻ പോവാ. പൊക്കോട്ടെ ഞങ്ങളെ ഇതില്ലേ. ആ ഇതിൻ്റെ മേലെയോ? വലയുടെ മേലെ എടാ, വലയുടെ മേലെ വിടാ. ആ ഇതേ വെള്ളത്തിൽ ചെയ്യും. വിശ എവിടെ ഇറങ്ങുന്ന എന്ത്? ആ കഴുക്കോല്, അതാ നല്ല കഴുക്കോല്. ആ അതെ അതെ. ഓ അളിയ ഒന്നുമില്ലെങ്കിലും ആ വള്ളത്തിലേക്ക് ഇട്ടോളൂ. ആ ഇട്. അളിയ ഒന്നുമില്ലെങ്കിലും പൊട്ടിപ്പോയാലും അളിയ കയറ് കൊണ്ടെത്താന്നല്ലോ. അതാണ്. ഇവനെ ഇപ്പോൾ അടുപ്പിക്കണം. എന്ത് എണ്ണ ഏതാ നീ പറയാ? ഇത് വെള്ളം കുപ്പിയ. ശങ്കര അവിടെ താങ്ങിക്ക്. പോപ്പുലർ അടിക്കും. പോപ്പുലർ ഞാൻ പെട്ടത് ചെരുപ്പിന്റെ അകത്തിട്ടോ, തിരിച്ചു വരുന്നില്ല. അതുകൂടെ വിശ അവൻ്റെ ആ ഡെപ്പിങ് എടുത്താൽ കൊടുത്തേ. ആ കൊടുത്തു. പിടി
നീ പിടിച്ചേ ഞങ്ങൾ വിട്ടേക്കുക. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, പപ്പയാണ്. അപ്പം നമ്മളിന്ന് ഇപ്പം റെജിയൻ്റെ മീനിൻ്റെ അങ്ങോട്ട് പോകുക കേട്ടോ. റെജിയൻ്റെ വീട്ടിൻ്റെ അങ്ങോട്ട് പോകുന്നത് റെജിയണ്ണ നമ്മളിന്ന് മീൻ കൊടുക്കാൻ വേണം. നമ്മൾ പള്ളാത്തുരുത്തിക്ക് പോയിട്ട് കാര്യമില്ല. റെജിയൻ ഓയ് ശങ്കർ പോ, എൻ്റെ ആശാൻ ടീമുണ്ട്. ചില്ലറയില്ല. സിലോപ്പിയാണ്. ആ അത് തന്നെ. അണ്ണാ എന്തുമാത്രം മതിയാ? 150 രൂപയ്ക്ക് മതിയാ? ആ അണ്ണനായതുകൊണ്ടാ ഞാൻ തരുന്നത് കേട്ടാ. ആയ് അണ്ണ ഇതാ അങ്ങനൊന്നുമില്ല. അതൊരു ഇത് അങ്ങ് കൊടുക്കുക. ആ അങ്ങുണ്ടെങ്കിൽ വെള്ളമുള്ള ഒരു പാത്രം കൊണ്ടുപോവാ. ചായ തന്നെ ചായ കുടിച്ചിട്ട് നമ്മളെ ഇനിയിപ്പം റെജിയണ്ണൻ്റെ എടുക്കല്ല നമ്മൾ മീനും കൊണ്ട് പോകണം. അപ്പം റെജിയണ്ണൻ്റെ പോകാത്ത നമ്മൾ ഇനിയിപ്പം ഒരുപാട് താമസിക്കും. കാരണം ഇപ്പം തന്നെ ഒരു 5:45 കേട്ടോ. ഇപ്പൊ ഒരു 5:45. പിന്നെ വാള വലുത് 350 രൂപ. സൈസല്ല, കിലോയാ. കിലോ ആ. അപ്പോൾ ഞങ്ങളിപ്പോൾ 5:45. ഇനിയിപ്പം പോകാൻ നേരത്ത് ഒരുപാട് താമസിക്കും. അപ്പോൾ ഞങ്ങൾ എന്നാൽ ചായക്കട കടയിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചും പോകാമെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വെയിറ്റിങ്ങില്ല കേട്ടോ. ഞാൻ സോപ്പ് മേടിച്ചായിരുന്നു. എണ്ണ നമുക്ക് ഉണ്ട്. ഇന്നലത്തെ ഞാനാ 20-ന്റെ പൊട്ടിച്ച്. വേറെ ഉണ്ട് ഇത് കൊണ്ടുപോണ പാത്രം. നല്ല ഈ നിവർന്ന് കിടക്കുന്ന പാത്രത്തിൽ തന്നെ കൊണ്ടുപോകണം. ഇങ്ങനെ വളർത്തൊടിച്ചിട്ടുണ്ട് പോയി കഴിഞ്ഞാൽ അത് ചത്തുപോകും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. ആ നമ്മളെ സുഹൃത്താ കേട്ടാ. നമ്മുടെ സുഹൃത്തും നമ്മുടെ ഈ മീനൊക്കെ എടുക്കുന്ന അണ്ണനാ കേട്ടാ, വളർത്താനൊക്കെ ആയിട്ട്. പമ്പ ഫിഷ് ഫാം. ബിരുവെണ്ണം പിന്നെ അറിയാൻ മേലാത്ത ആരും ഇല്ല. അണ്ണനാ നമ്മുടെ മയിൽവാഹകം കൃഷ്ണവാഹകം കിട്ടുമ്പോൾ നമ്മുടെ അണ്ണനാ കൊടുക്കുന്നത് കേട്ടാ. ഇതിപ്പോൾ അണ്ണ ഒരു ട്രിപ്പ് പോകണമുണ്ടോ, ഇല്ലെങ്കിൽ ആ 3 ഇപ്പോൾ അണ്ണൻ കൊണ്ടുപോയാണ് ഇല്ലേ? പിന്നെ ഉറപ്പായിട്ട് കൊണ്ടുപോയി വിട്ടോട്ടെ. ഞങ്ങള് ഒരല്പം നേരത്തെ കയറിയിരുന്നെങ്കിൽ ഞങ്ങള് നമ്മൾ റോഡിലെ വിൽക്കത്തുള്ളായിരുന്നു കേട്ടോ. ഇപ്പം തന്നെ പടിഞ്ഞോട്ട് വയ്ക്കും കേട്ടോ. വേണ്ട സൂര്യ അസ്തമിക്കാനായി. ഇപ്പോൾ ഒരു 6:15 അപ്പം നമ്മളതാണ് നമ്മളിപ്പോൾ റെജിയണ്ണന് കൊണ്ടുപോകും. നമ്മൾ റെജിയണ്ണൊക്കെ ചെന്ന് മീൻ തൂക്കുമ്പോഴേ സന്ധ്യയാവും. നമ്മൾ അവിടെ ചെന്ന് മീൻ തൂക്കുന്ന സമയത്ത് നമ്മൾ സന്ധ്യയാവും. ഇപ്പം 6:15
6:15 എന്ന് പറഞ്ഞാൽ ഒരു 6:15 നമ്മളൊരു 7 മണിയാകുമ്പോൾ നമ്മൾ റെജ് കണ്ട് അവിടെ ചെല്ലത്തും. ഒരു 3/4 മണിക്കൂർ എടുക്കും. അപ്പോൾ 7 മണിക്ക് അവിടെ ചെന്ന് പിന്നെ നമുക്കൊരു അരമണിക്കൂറിൽ മേളിൽ വേണം നമുക്ക് മീൻ അവിടെ തൂക്കാനായിട്ട്. കാരണം നമ്മുടെ ആ 2 കലത്തിലും മീനിരിപ്പുണ്ട്, 2 കലം മീനിരിപ്പുണ്ട്. ഈ കൊല്ലിക്കകത്ത് മീനുണ്ട്. ഈ കൊല്ലിക്കകത്ത് കിടക്കുന്ന ഒരു 10-40 കിലോ സിലോപ്പിയാണ് കേട്ടോ. ഒരു 40 കിലോ മീനുണ്ടെന്ന് തോന്നുന്നു ഈ കൊല്ലിക്കകത്ത്. ഇത് ഇവിടെ ഈ കിടക്കുന്ന മീനും വാള ഏതാണ്ട് ഒരു 3 എണ്ണം ഉള്ളെന്ന് തോന്നുന്നു വലുത് കേട്ടാ. ശങ്കർ ബാബ പറഞ്ഞ 4-5 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഒരു 3 എണ്ണമായിട്ടാണ് തോന്നിയത്. ഇത് തത്തയാ കേട്ടാ. ആ തെങ്ങ് പറന്ന് നടക്കുന്ന തത്തയാ. ആ കാണുന്ന കൈനഗിരി ടെർമിനല്ല കേട്ടാ. അപ്പം നല്ല വെട്ടമായിരിക്കും നോക്കി. നല്ല സൂപ്പർ വെട്ടമായി. മാറ്റിക്കോ, അതങ്ങോട്ട് മാറ്റിക്കോ. അടുത്ത ബുക്ക് വെക്കും. ശങ്കർ ബാബ നമ്മൾ വിചാരിച്ച കണക്കുള്ള ആളല്ല. പിടി. നീ രണ്ടുപേരും കൂടെ പിടിക്കും. രജാണ്ണ ലൈറ്റ് ആണ്. ശങ്കര എന്നാ വല വെക്കുന്ന ഇരുട്ട് വീണ് കേട്ടാ നമുക്ക്. അതാണ് നമ്മള് മൂപ്പില്ലാതെ കാരണം നമ്മളെ ഒരു കാര്യം അത് ശകലം വെള്ളം കൂടി ഒഴിക്കണം. വെള്ളം ഒഴിക്കണ്ട. കുഴപ്പമില്ല. അത് ഇതേ ജാതി തന്നെ. അതും ഇതേ ജാതി തന്നെയാണ്. അത് തന്നെ കൂട്ടത്തിലോട്ടിടാൻ ശരിയാവല്ലോ എന്ന് വിചാരിച്ചു. മനസ്സിലായി? അയ്യോ ഇത് അവൻ എടുത്തിട്ടേ. കാണുമ്പോ കൊടുക്കണം. കരത്തിൽ തന്നെ ഇട്ടേക്കാം അല്ലേ? അതിക്കിട്ട് പിടിക്കട്ടെ അണ്ണാ. പിടിക്കട്ടെ. അത് തന്നെ ഈ ഏറ്റവും അല്ലല്ലോ. ഏതാ വെള്ളത്തെ കിടക്കുന്നത്? സിലോപ്പി. രജന മീൻ പെറുക്കുന്നത് കണ്ടോണം. അപ്പാപ്പി വള്ളത്തെ പോയി മീൻ കൊടുത്തോണ്ട് വരികയാണ്. കുറച്ച് ഇങ്ങോട്ട് ഇടാൻ പറ്റും. അതുകൊണ്ട് അവിടെ തട്ടിയിട്ട് പറ്റണ്ട. അണ്ണ ഇതൊന്ന് പിടിച്ചാൽ അങ്ങോട്ട് നമുക്ക് അണ്ണങ്ങളെ പിടിക്കാൻ. കട്ടി കുറയ്ക്കാൻ എന്നാ വെറുതെ മരിക്കുന്നത്? അത് ഇത് കുറച്ച് പഠിക്കാൻ പോയി. കട്ടി കുറയ്ക്കാം. പിടിക്കാം. ഇത് ചിലപ്പോഴേ നമ്മൾ ഈ തണുപ്പും പിടിച്ച് ഇത്ര നേരം നിന്നിട്ട് ഇല്ലേ റജിയണ്ണ? റജിയണ്ണ ഇവനങ്ങനെ വെച്ച് നോക്കട്ടെ. ആവശ്യമില്ലെന്ന് തോന്നല്ലേ? നോക്കട്ടെ. എന്തൊക്കെയായാലും നമുക്കത് വെച്ച് നോക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. വെച്ച് നോക്കട്ടെ. കാര്യം 300 അതാ പറഞ്ഞു വെച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. അതാ പറഞ്ഞു വെച്ച് നോക്കട്ടെ കാര്യം ഇല്ലെന്ന് പറഞ്ഞ് മനസ്സിലായി. ഇതൊന്ന് നോക്കട്ടെ. അത് താഴെ ഇട്ടേ. അത് ചള്ളുകളിയാ. താഴെ ഇട്ടിട്ട് വെച്ച് നോക്കിയാല് കേട്ടോ. അത് വെച്ച് നോക്കിയാല് ആവേശമല്ലേ? നടക്കട്ടെ. 1.5 കിലോ കേട്ടോ. ഇപ്പൊ വ്യത്യാസം മനസ്സിലായി. സെക്കൻഡിന്റെ സെക്കൻഡിലല്ലോ.
ഉണ്ടല്ലോ. ഇല്ല 1.5 ഇല്ല. ഇതൊന്നിട്ടേര് 1.5 ഉണ്ടോ? അല്ല അങ്ങോട്ടൊന്ന് വെച്ച് നോക്കി. 1.400 ഉള്ളൂ. സംഭവം ശരി. 20 കുഴപ്പമുള്ളൂ. അങ്ങനെ പിന്നെ തേടുകാരില്ല. 3 ഉണ്ട്. 3-4 ഉണ്ട്. ഇത് കണ്ടായിരുന്നോ? വലിപ്പം കണ്ടോ? വലിപ്പം അതൊക്കെ തന്നെ ഇരിക്കും. നമ്മുടെ ആർ ബ്ലോക്കിലെ കാര്യമില്ലേ, 3 1 കിലോ 800 ഗ്രാം വരെ ഉള്ളതുണ്ട്. മാറ്റി വെച്ചാൽ ആർ ബ്ലോക്കില് ചാരടിച്ചതും കൊണ്ട് ഉണ്ടോ? 5 ഉണ്ടോ? ഇല്ല. നേരത്തെ പറഞ്ഞാൽ നിനക്കൊന്നും കളർ മാറി. ഇതിന്റെ സ്വഭാവം ഇങ്ങനെയാണ് സിലോപ്പിയുടെ. ഇത് നമ്മുടെ മറ്റേ കൊട്ട ഫ്രണ്ടിലൊരു വാഹ കിടപ്പില്ലാതെ വാഹ. നമ്മള് സൈസ് തിരിഞ്ഞു കേട്ടോ. വാളയുടെ സൈസ് തിരിഞ്ഞേ. തീരെ ചെറുതായിട്ട് തീരെ ചെറുതേ. സിലോപ്പി മാറ്റി സിലോപ്പി തന്നെ പറഞ്ഞു. ഈ സൈസൊക്കെ മറ്റേ കൂടെ. അല്ല അത് പെറുക്കുന്നില്ല. അത് പെറുക്കുന്നില്ല. 200 ഉണ്ടോ? അതൊന്നും 200 ഉണ്ട്. ഉണ്ടോ? പിന്നെ നോക്കാതെ ഇത് 1 കിലോ പറയുന്നത് ഉണ്ടോ? 200 ഉണ്ടോ? അടുത്ത് ഇതിടാല്ലോ. അതൊക്കെ ഒരുമാതിരി എറിഞ്ഞ ഇടല്ല. ഇപ്പൊ എന്നാ പറയാൻ അല്ലേ? ഞാൻ കേട്ടെത്തുന്നു. ഇപ്പുറത്തെ കൊട്ടാരം കേട്ടാകട്ടെ. ഒരു കൊട്ടം കൂടെ വെച്ചോ. അല്ലാതെ ശരിയല്ല. മൂപ്പനിന്ന് വന്നില്ല. മൂപ്പനെ പറ്റിച്ചോ? മൂപ്പനെ നമ്മള് പറ്റിച്ചത്. എന്ത് പറയാനാണ്? അണ്ണാ ഇല്ല, കൊട്ട അടിയിലൊരു വലുത്. മൂപ്പൻ അറിയുന്നില്ലല്ലോ. കൊട്ട അടിയിലൊരു വലുത്. മൂപ്പൻ വീഡിയോ കാണുകയല്ല ചെയ്യുമോ? ഇല്ലല്ലോ ശങ്കരേ. ഇല്ല, അപ്പം വീഡിയോ ഒന്നും കാണത്തില്ല, ശ്രദ്ധിക്കത്തൊന്നുമില്ല. നഖം കളയല്ലേ. അപ്പയും ശങ്കർ പൂൺ ലാൻഡ് ചെയ്തിരിക്കുക കേട്ടോ. ലാൻഡ് ചെയ്യും. ഒരു പാത്രം വളത്തെ വെച്ചു നമ്മുടെ കൊച്ചുളത്തെ ചിഞ്ചമ്പളത്തെ വെച്ചിട്ടുണ്ട്. അത് കൊടുത്തത് ഞാനങ്ങോട്ട് കൊടുക്കാൻ പോയപ്പോഴാണ് ഇത് പെട ഇപ്പം തീരും. പെട പൈസ തീരും. പെട നമുക്ക് സിലോപ്പി സിലോപ്പി ഇതിൻ്റെ വെക്കുക. ഇങ്ങനെ വെക്കുക. കുറുവ. ഓഹ്, എൻ്റെ കാലെറിഞ്ഞ് വീറ്റുവാ ശങ്കർ ബ്രോ. കാലെറിഞ്ഞ് വീറ്റുന്നു കേട്ടോ. ചുമ്മാതല്ല ഇത്ര ക്ലേസിങ് ഉണ്ടാക്കിയിട്ടിരിക്കുന്ന. അവിടുന്ന് പോവും. അങ്ങനെ ഒരു കഥയുണ്ട് കേട്ടോ. അങ്ങനെ ഒരു കഥയുണ്ട്. കുറുവാ തെളിഞ്ഞ് നോക്കിയത് ഇങ്ങോട്ട് വന്നു. ഈ വലിയ കൊണ്ടു സിലോപ്പി കുടിയൊക്കെ മാറ്റും. ശങ്കർ അത് ബുദ്ധി ഇപ്പം കാണിച്ച ബുദ്ധി ശങ്കർ കാണിച്ചു. പിന്നെ വേണ്ടേ അങ്ങോട്ടിട്ടാലേ അവിടെ കൈ ഇരുന്നുകൊണ്ട് മുള്ളു കൊള്ളണോണ്ട് നല്ല കാര്യം. അല്ല എങ്ങാനും നേരത്തെ 1 100 വന്നെന്ന് പറഞ്ഞു.
അതേ ടൈപ്പ് ഏതെങ്കിലും ഉറഞ്ഞ് കയ്യെ കിട്ടുവാണെങ്കിൽ കാണിക്കണ്ട, ഒരെണ്ണം ഒന്ന് മാറ്റി ഒറ്റ പിള്ളേരുമായിട്ടൊന്ന് വലുതിനെ ഞാൻ അങ്ങോട്ട് ഇട്ടത്. തീരെ ചെറുതുണ്ടല്ലോ, അത് മാറ്റിയേക്കാം. അല്ല ഒരു കൊട്ടാരാക്കി ചെറുതങ്ങ് വെക്കണം. നമുക്ക് കുറുവ എവിടെയാണ്? പുറത്ത് ഇത്രയും ഒരു കൊട്ടയുണ്ട്, പുറത്ത് പൊട്ടിയത്. അതിൻ്റെ അകത്തോട്ട് ആ ചെറുതെല്ലാം കൂടെ വെറുതെ തൂളി എല്ലാം കൂടെ ഒന്നിച്ചിട്ട്. ആ വെള്ള അതിൻ്റെ അകത്ത് ചില ഒതുങ്ങും, അതാണ്. അതിൻ്റെ അകത്ത് അവിടുന്ന് പൊറിക്കും, ഒരറ്റം വരെ പൊറിക്കും. ഈ പിള്ളേർ സെറ്റിന് കേട്ടോ പിള്ളേർ സെറ്റ് ഈ സാധനത്തിന് 50 വിലയില്ല. അപ്പൊ അത് തന്നെ ആ ചെറുത് അങ്ങോട്ട് പോയി, ആ പൊട്ടക്കകത്തോട്ട് പോയി. ഇത് 100 കൂടെ, 100ഒക്കെ വിലയ്ക്ക് ഓടുവോ എനിക്കറിയാൻ പറ്റില്ല. ഈ സാധനം നമുക്ക് വരാറില്ല. 100 ഓടിയാൽ ഓടുവോ? നമ്മള് മാർക്കറ്റിൽ നിന്ന് ഈ സാധനം നമുക്ക് വിട്ടിട്ടില്ല. ഈ സാധനം നമ്മൾ മാർക്കറ്റിൽ വിട്ടു. ആ കൊട്ട നമുക്ക് വിട്ടു, അതിൻ്റെ അകത്ത് ഈ ചെറുത് വിട്ടു. ഞങ്ങള് ബാക്കി മുക്കാലും പകുതി അവിടെ ഇട്ടിട്ടാ പോകുന്നത്. വളർത്തായിട്ടിരിക്കുകയാണ്. ഭയങ്കര ഇതാണ്, വല പോലും താരുന്നില്ല. ആ വല ഞാൻ കുത്തിയില്ലേണ, അതിൻ്റെ അടിയിൽ ഇത്രോ പിന്നെയും ഇത് കിടക്കുക. ഇത് നിങ്ങളുടെ ആ കാട്ടിൽ മറ്റാരും വന്നായിരുന്നു കേട്ടോ. ഞാൻ രാവിലെ വരുമ്പോ അവര് വല വെക്കുന്നത്. നിങ്ങൾ വെച്ചില്ലേ, ഇന്നലെ വെച്ചില്ലേ അവിടെ ചപ്പക്കാര് വെക്കുന്നത്. ഞങ്ങള് വെച്ച പോലെ ഞങ്ങള് വെച്ച അത് ഞങ്ങള് വലിച്ചു മുറിച്ച് കളഞ്ഞിട്ട് ഞങ്ങള് കെട്ടിയത്. അതിന്റെ വീഡിയോ കൊണ്ടുവന്ന് അവര് വെക്കുന്നത്. ഞാൻ ഇപ്പൊ ഇന്ന് രാവിലെ കണ്ടാലേ, ഇന്ന് രാവിലെ ഞാൻ അത് കഴിഞ്ഞിട്ട് വരുമ്പോ അവര് വല നടക്കുന്നു. ജഗരയിൽ അവര് വെക്കട്ടെ, വെച്ച് കഴിയുമ്പോ അവർക്കും മനസ്സിലാവും. അതേ ഉള്ളു. എടാ ഞാനെങ്കിൽ എന്റെ ആദ്യം മുട്ടിപ്പോയ മീൻ ഈ വലിയ മീന. ഏത്? ഞാൻ പറഞ്ഞ ഒരു 1.5 കിലോ ടൈപ്പ് അതേണക്ക് ഊഴല്ലേ? ഓടിച്ചു നോക്കാം. അല്ലാട്ടോ ഇന്നോളം കുറച്ച് മതി. ജനസംഖ്യ കുറവാണ്. ജനസംഖ്യ കുറവാണ്. ജനസംഖ്യ കുറവാണ്. ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് അങ്ങ് കുടിച്ചിട്ടാണ് പോയത്. പിന്നല്ല അങ്ങെല്ലാം ഒരു സമയമുണ്ടോ ഞങ്ങള്? ഇവിടെ കണ്ട ജീവനുള്ളൊരു സാരി കിടക്കുന്നുണ്ടായിരുന്നു. അത് ചത്തത് അല്ലാതെ ഇവിടെ കണ്ട കിടന്ന് ചടക്കുന്നുണ്ടായിരുന്നു. ചെമ്പച്ചിയാണ്. ഒരു കാര്യം ഉണ്ടായിരുന്നു. അതാ പറഞ്ഞത് ചവിട്ടിയാൽ അത് ജീവനല്ലേ, അതാ പറഞ്ഞത്. നമ്മള് അപ്പൊ നമ്മുടെ ഐറ്റംസ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഐറ്റംസ് എല്ലാം ഇനി നമുക്ക് പണി ശങ്കർ പോട കാപ്പി കൊണ്ടെത്താന്ന് ചേച്ചേട്ടെ. എടുക്കാൻ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുവാണ്. നല്ല ഓടി വരുമ്പോഴാണ് ഈ എഡിറ്റ് ചെയ്ത് നടക്കത്തുള്ളൂ. സത്യമായിട്ടും വലിയ വാള എത്ര ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ 3 വലിയ വാളയാണ് പറഞ്ഞത്. ശങ്കർവ പറഞ്ഞായിരുന്നു 5 ഉണ്ടെന്ന്, 5-6 ഉണ്ടെന്ന്.
ഞാൻ 3 പറഞ്ഞു. ആ ഞാൻ പെറുക്കിയിട്ട് എനിക്കറിയാമല്ലോ. ചെറുമീനെ 4 പറഞ്ഞു. അണ്ണാ ഒരാളും മേളിൽ താഴ്ച ഉണ്ടായിരുന്നു ഞങ്ങൾ വല കുത്തിയവിടെ. ഈ കരികലയും കമ്പും എല്ലാം കൂടെ ഞങ്ങള് വല പോലും കുടഞ്ഞിട്ടില്ലേ. വലയൊക്കെ അതേക്ക് കയറ്റി വെക്കും. കയറ്റി വെച്ചിരിക്കും. നമ്മള് മീൻ തൂക്കി തുടങ്ങി കേട്ടോ. ശങ്കര സെക്കൻഡ് 5.5 സെക്കൻഡ്. ഇപ്പോഴും എല്ലാത്തിനും ജീവനുണ്ട് കേട്ടോ. ചെറിയ നട്ടുന്നുണ്ട്. തേടെ നമുക്ക് വെട്ടമില്ല എന്നുള്ളൊരു കുഴപ്പവും. കറക്റ്റ് സ്വർണം തൂക്കുന്നതാണ്. തൂളി എടുത്ത തൂളി കേട്ടാ. കൊട്ട കറക്റ്റാണ്. കൊട്ടയ്ക്ക് ഒരു 100 ഗ്രാം വ്യത്യാസം. തൂളിയല്ലേ? ഞാൻ 10 കിലോ പറയാൻ വന്നേ. അപ്പൊ അണ്ണൻ 10.5 പറഞ്ഞു. പിന്നെ ഞാൻ 10 എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്തിക്കളഞ്ഞു. അടുത്തത് അടുത്ത വേറൊന്നുമില്ല. കുറുവ കുറുവ 5.5 കുറുവ 5.5. ഞങ്ങള് മാറിയിരിക്കുന്ന കടിഞ്ഞായ വിളിച്ചോണ്ടിരിക്കുന്നതുണ്ട് കേട്ടാ. റെജിയണ്ണെ കൊണ്ട് ഒറ്റയ്ക്ക് പണിയെടുപ്പിച്ചെന്ന് പറയുന്നു. ഒരു തൂക്കം 18.5. 18.5. 20. അപ്പൊ 20 കിലോ കിട്ടും. 20. അത് 18.5 20. ഒരു കൊട്ടയും കൂടെ ഉണ്ട്. ഒരു കൊട്ടയും കൂടെ ഉണ്ട്. അത് ഒരു അരക്കണക്ക് വന്ന ഗുണമായിരുന്നു. ഇത് മറിച്ച് താഴെ ഇടണം. ഒരു 500 കാണുന്നില്ല. 11 മറ്റേ പറഞ്ഞിട്ടില്ലേ? 18.5 20 17. 8 7 15. ചെറുമീൻ 15. അത് നോക്കിയാ കൂടെ നോക്കിയാ വെച്ചു. ഇതല്ലേ ബാക്കിയെല്ലാം ഇത് മാത്രം. ഇത് തൂക്കിയതല്ലേ? അതൊക്കെ തൂക്കാനുള്ളത് പറയാം. അപ്പൊ അതിൻ്റെ അകത്തോട്ട് 4 5 55 കിലോ ഇതുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ചേർമീനാണ് തൂക്കുന്നത്. ചേർമീൻ ശങ്കർ ബ്രോ ചേർമീൻ തൂക്കുന്നത്. 800. ചേർമീൻ 6 ഇനി വാഹനം കൂടെ ആകുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ കഴിയും. അല്ല ചെറുത് തൂക്കാറുണ്ട്. ചെറുത് തൂക്കിയില്ല. ആ കൊട്ട തൂക്കിയില്ല. ഏതാ ഇത്? അത് വെച്ചു പിള്ളേർ കൂടെ ഉള്ളതല്ല. 17. ആ ചേർമീൻ ഒന്ന് താഴെ ഇട്ടടാ. പിടിച്ച് തൂക്കാം. ചേർമീൻ താഴെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വാഹ കേട്ടാ. ജീവനുള്ള കറുത്ത് കഴിവാണ്. അത് പൊടിവാക്കി അപ്പൊ എല്ലാം ഓക്കെ ആയി. ഫോട്ടോ എടുത്ത് കാണിക്കണം. കണ്ടാ മൂപ്പം വരാത്തപ്പോൾ ഐശ്വര്യം കാണാം. നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു കേട്ടാ. നമ്മുടെ മീനെല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പം പോകും. അപ്പം എന്തേ ശങ്കർ ബ്രോ കുളിക്കുന്നു. അപ്പം അപ്പാപ്പി വെള്ളം അങ്ങോട്ട് ഓടുന്ന സമയത്ത് കുളിക്കും. അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുക. പ്രാണി പറന്ന് മൂക്കിലും വായിലും കയറുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. ശങ്കർ എങ്ങനെ ഉണ്ടാ? ഇത് മിന്നാമിനിങ് പറക്കുന്നോ? ഇത് മിന്നാമിനിങ് പറക്കുന്നുണ്ടോ ക്യാമറയ്ക്ക് മുന്നിൽ?
ഈ പ്രാണിയെല്ലാം താഴത്തോട്ട് വീഴുമ്പോഴേ നീ പ്രാണിയെ പിടിക്കാനായിട്ട് നിൽക്കുന്നുണ്ടോ നീ പാരല്ലേ നോക്കിയ ഇവിടെ ആയിട്ടൊരു കുത്തി അടിച്ച് വെച്ചിട്ടുണ്ട്. പൊങ്ങി വരുന്നു കാണാൻ പറ്റത്തില്ലടാ. ഗോപ്രോയ്ക്ക് നൈറ്റിന് ഇതില്ല. ശരി പരല് വരുന്നു.